പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നാളെ ഒരു പുതിയ മാസം ഒക്ടോബർ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമുക്ക് സെപ്റ്റംബർ മാസത്തിൽ കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് നന്ദി പറയാം. നാളെ നോക്കിയ നല്ല ആഗ്രഹത്തോടെ കുമ്പസാരിച്ചൊരുങ്ങി നല്ല തീക്ഷ്ണതയോടെ ബലിയർപ്പിച്ച് പരിശുദ്ധമ്മയോട് ചേർന്ന് ജപമാല പ്രാർത്ഥനകളിൽ പങ്കെടുത്ത് നമ്മുടെ ഇടവുകളിലെ യൂണിറ്റുകളിലൊക്കെ ജപമാലയുടെ ആഘോഷമായ ശുശ്രൂഷകൾ ഉണ്ടാകും. അതിലെല്ലാം പങ്കെടുക്കാനായിട്ട് പ്രത്യേകം ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ ലിയോ മാർപ്പാപ്പയുടെ ഒരു കോട്ട് പലരും പറഞ്ഞു ഭയങ്കരമായിട്ട് ഞങ്ങളെ സ്പർശിച്ചു. എന്താ പറഞ്ഞത്? കർത്താവിൻ്റെ കരുണാസ്പർശത്തിന് അപ്രാപ്യമായ ഒരു ഭൂതകാലവും ഇല്ല. അതായത് കർത്താവിൻ്റെ കരുണാസ്പർശത്തിനെ പരിഹരിക്കാൻ പറ്റാത്ത ഒരു ഭൂതകാലവും ഇല്ല എന്നാണ് സ്വർഗം നമ്മോട് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് ഫിലിപ്പി ലേഖനം 1:29. അവിടെ വചനം വെളിപ്പെടുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അതായത് ക്രിസ്തുവിൽ വിശ്വസിക്കാനായിട്ടുള്ളത് അത് ഒരു അനുഗ്രഹമാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ട കൃപ. എന്നിട്ട് പറയാം, പറയാൻ ഒരു പടി കൂടിയിട്ട് പറയാണ്, അവന് വേണ്ടി സഹിക്കാൻ കൂടിയിട്ടുള്ള അനുഗ്രഹം. അതെങ്ങനെയാണ് പ്രിയ സഹോദരങ്ങളെ? സഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണല്ലോ. സഹനത്തിൽ നിന്ന് ഒഴിക്കാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ആത്മീയതയുടെ ഒരു ബാലപാഠത്തിൽ പോലും നമ്മൾ എത്താത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ അമ്മ ത്രേസ്യ എന്താ പറഞ്ഞത്? ഒന്നുകിൽ എനിക്ക് സഹനം അല്ലെങ്കിൽ മരണം. കാരണം ക്രിസ്തുവിനോട് ചേർന്ന് മരിക്കുമ്പോഴുള്ള ഒരു വലിയ, ക്രിസ്തുവിനോട് ചേർന്ന് സഹിക്കുമ്പോഴുള്ള ഒരു വലിയ കൃപ നമുക്ക് പ്രിയ സഹോദരങ്ങളെ അനുഭവിക്കാൻ ആ ഒരു അഭിഷേകത്തിലേക്ക് വന്ന് പറയും നമ്മൾ, കർത്താവേ ഞങ്ങൾക്ക് സഹനം, കുറച്ചുകൂടി സഹനം തരണേ കർത്താവേ. അത് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അതൊരു അഭിഷേകമാണ്. ആ അഭിഷേകത്തിലേക്ക് വന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഈ വചനത്തിൻ്റെ അർത്ഥം. ദൈവമായ കർത്താവേ, ഞങ്ങൾ പ്രത്യേകമായിട്ട് ഇന്നേ ദിനത്തിൽ, പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ മാസത്തിലെ അവസാന ദിനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ കരുണയും കൃപയും ഞങ്ങൾ വിമർശിക്കണമേ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.